റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം. പൊന്നാനിയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സാംസ്കാരിക ഉത്സവം എല്ലാ വർഷവും സംഘടിപ്പിക്കുമെന്ന് KP നൌഷാദ് അലി. ഞാൻ ഈ പൊന്നാനിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പഴയ പൊന്നാനി താലൂക്കാണ് എപ്പോഴും വരാറുള്ളത്. പഴയ പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ അത് 1790 തൊട്ട് 1956 വരെ മദുരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാർ ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു താലൂക്കായിരുന്നു പൊന്നാനി. പൊന്നാനിയിൽ ചാവക്കാടും തൃത്താലയും തിരൂരും കുറ്റിപ്പുറവും താനൂരും ഒക്കെ അടങ്ങുന്ന ഒരു ഭൂവിഭാഗമായിരുന്നു പൊന്നാനി താലൂക്ക്. ഈ താലൂക്കിൽ നിന്നാണ് രാജ്യാന്തര കീർത്തിയുള്ള അതിപ്രശസ്തരും പ്രഗത്ഭരുമായ മുഴുവൻ ആളുകളും ജന്മമെടുത്തത്. അത് വെട്ടത്ത് പണ്ടൊരു സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി ഉണ്ടായിരുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും യുക്തിഭാസും അതുപോലെ തന്നെ താന്ത്രിക സംഗ്രഹം പോലെയുള്ള യൂറോപ്പ് 2 നൂറ്റാണ്ടിന് ശേഷം കണ്ടുപിടിച്ച പല കാൽക്കുലസിലെയും ആൾജിബ്രയിലെയും കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങളൊക്കെ അടക്കമുള്ള വലിയ ഒരു താന്ത്രിക സാങ്കേതിക ഗണിത വിദ്യാലയം ഈ പറഞ്ഞ തിരൂർ വെട്ടത്തുണ്ടായിരുന്നു. അത് പൊന്നാനി താലൂക്കിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് അക്കിത്തം ജനിച്ചത്. MT ഉറൂബ്, ഇടശ്ശേരി, നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണിയമ്മ, കമല, അങ്ങനെ ഒരുപാട് സാഹിത്യ വിശാരദന്മാർ, സാഹിത്യ നഭസിൽ തങ്ങളുടെ കൊടിക്കൂറ ഉയർത്തിപ്പറത്തിയവർ ഒരുപാട് പേര് ജനിച്ച മണ്ണാണിത്. നമുക്ക് ഈ പൊന്നാനിയുടെ ഈ സാഹിത്യ സാംസ്കാരിക ധാര വളരെ കൃത്യമായിട്ട് അടുത്ത തലമുറക്ക് കൈമാറേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പൊന്നാനിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നത് ഒരു പൂന ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് പോലെ ദേശീയ രാജ്യാന്തര പ്രശസ്തിയുള്ള ഒന്നാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വലിയ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഈ മിനിയേച്ചർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ PLF പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന പേരിൽ നടത്തിയത് നാളുകളിലേക്കുള്ള വലിയ ഒരു ചുവടുവെപ്പിൻ്റെ ആദ്യ പടിയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പൊന്നാനിയെ രാജ്യാന്തര തലത്തിൽ അടയാളപ്പെടുത്തുന്നൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഇടമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുവഴി പുതിയ തലമുറ ഈ സാംസ്കാരിക സാഹിത്യ കലാപ്രവർത്തനങ്ങളിലൊക്കെ തൽപരരാവുകയും അവർക്ക് വലിയ പ്രചോദനമേകാൻ ഇടയാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.